ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ റീഡിങ്ങിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താ സംഭവിക്കാൻ പോണേന്ന് ഭഗവാനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. നിങ്ങളുടെ സാഹചര്യമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളറിലൊരു ഫ്ലവറാണ്, ഇത് യെല്ലോ കളറിലെ. അപ്പോൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് ഒരു ഫ്ലവർ ചൂസ് ചെയ്യാം. ഓക്കെ, വെറുതെ ചൂസ് ചെയ്യരുത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓറഞ്ച് കളർ എടുത്തിരിക്കുന്നവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് സ്ട്രെങ്ത് നേടുന്ന ഒരു പേഴ്സണായി മാറുകയാണ്. നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനെയും നിങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അനുകൂലമായി മാറ്റി അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളെ നിങ്ങൾ ഭാവിയിലേക്ക് മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വരികയാണ്. മനസ്സിലായില്ലേ? ഈ ലേഡി കണ്ടില്ലേ, ആ ഒരു ലയണിനെ മെരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഏത് സാഹചര്യം വന്നാലും നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള കരുത്തുള്ള ഒരാളായിട്ട് നിങ്ങൾ ഭാവിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇൻഫിനിറ്റി സിമ്പിളൊക്കെ മേ ബി നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തൊരു കാർഡ് ഫൂൾ എനർജിയാണേ. അപ്പം പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഈ ഒരു ഫൂൾ എനർജിയും കൂടെ നിങ്ങൾക്കുണ്ട്. ഫൂളെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എസ്സും പറയാൻ പറ്റില്ല, നോയും പറയാൻ പറ്റില്ല, അങ്ങനെ പോകുന്നൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയും ബാലൻസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, എന്താ പറയുക, ചീറ്റ് ചെയ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഭാവിയിലേക്ക് ശ്രദ്ധിക്കുക. ഇനി ഒരു കാർഡും കൂടി എടുത്തു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു കിങ് എനർജിയിലേക്ക് ഭാവിയിലേക്ക് വരികയാണ്. എന്താ പറയുന്നത്, കിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, പവറുള്ള, ഇമോഷണൽ കൺട്രോളൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെയൊക്കെ കൺട്രോൾ ചെയ്ത് സ്ട്രെങ്തൊക്കെ കൊണ്ടുവന്ന് ഈ ഫൂൾ എനർജിയൊക്കെ മാറ്റി നല്ലൊരു ഗുഡ് ഫോർച്യൂണേറ്റൊക്കെയാണ് ഭാവിയിലേക്ക് വരാൻ പോകുന്നത്. ലാസ്റ്റ് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാമേ. വാവ്, മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ കാർഡ് അറിയാമല്ലോ, എപ്പോഴും എന്താ പറയുക, മിറക്കിളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകണം ഇനി ഭാവിയിൽ. അത്ര അബണ്ടൻസിലാണ് ആ മജീഷ്യൻ നിൽക്കുന്നത്. അയാളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, കപ്സ് ഉണ്ട്, പെൻഡിക്കിൾസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട് ഭാവിയിൽ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു അത്ഭുതമായി മാറും ഭാവിയിലേക്ക്. ഇവിടെയും ഇൻഫിനിറ്റി സിമ്പലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇൻഫിനിറ്റി സിമ്പൽ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫ്ലവർ എടുത്തിരിക്കുന്നത് റെഡിയും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ യെല്ലോ ഫ്ലവർ എടുത്തിരിക്കുന്നവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, സിക്സ് ഓഫ് കപ്സ് ആണേ. അതും നല്ലൊരു കാർഡാണ്. നല്ലൊരു കുറേ ഫ്ലവറും അബണ്ടൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. അതായത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് എന്തോ ഒരു റിവാർഡൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. ഒരു ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. നല്ല കുറച്ച് മെമ്മറീസ്, അങ്ങനെ നല്ല ഹാപ്പിനെസ്സിൻ്റെ പറയുന്ന കാർഡാണത്. അപ്പോൾ എന്തോ ഒരു ലവ് ഓഫറോ അല്ലെങ്കിൽ ഒരു ജോബോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് കിട്ടാൻ പോവുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു കാർഡ് എടുത്ത് നോക്കാം. പക്ഷെ അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിലും ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ. പക്ഷെ നിങ്ങൾ ഒരുപാട് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കറണ്ടിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ ഇപ്പം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് വർക്കിംഗ് അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ വരുന്നത് നോക്കാം. നെക്സ്റ്റ് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടെ ആയിരിക്കും പോകണത്, അല്ലെ ഭാവിയിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൊണ്ട് ശ്രദ്ധിക്കണേ. സെക്കൻഡ് കാർഡ് കുറച്ച് സാഡാണ്. സാരമില്ല, നമ്മുടെ എനർജിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഡിവൈനുമായിട്ട് ഈശ്വരനായിട്ട് കണക്ട് ചെയ്താൽ മാറ്റാൻ പറ്റാതായിട്ട് ഒന്നുമില്ല, എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് കണക്റ്റ് ആവണം, അങ്ങനൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതണ്ടേ അടുത്തൊരു കാർഡ് നൈറ്റ് ഓഫ് വാൻസ് ആണേ. അപ്പോൾ ആരോ പെട്ടെന്ന് ഓടി വരുന്നുണ്ടേ, വരാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്ക് സഡനായിട്ട്. പിന്നെ ഒരു ആക്ഷൻ്റെ കാർഡും കൂടിയാണ് ഇത് നൈറ്റ് ഓഫ് വാൻസ് പറയുന്നത്. ഒരു ഒരു പവർഫുള്ളായിട്ടൊരു മെന്നെ കാണിക്കുന്നുണ്ടേ. അത് നിങ്ങളുടെ സാഹചര്യമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നതിലൂടെ ഒന്ന് ചോദിച്ചു നോക്കാം നാലാമത്തെ കാർഡിൽ. ഓക്കെ, അപ്പോൾ അതെന്താന്ന് ഇപ്പോൾ ഒരു ഉറക്കമില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെ മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒന്നീ ഒരു പ്രണയത്തകർച്ച, അല്ലെങ്കിൽ എന്തോ കാര്യമായ ഒരു ദുഃഖമുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ ഒരു വിഷമം വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാമേ. ഞാൻ സെക്കൻഡ് കാർഡിന് ഇത്രയും കാർഡ് എടുക്കുമെന്ന് വിചാരിക്കണ്ടായേ, കുറച്ച് അവസ്ഥ മോശമായതുകൊണ്ടാണേ. കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം. വാവ്, 10 ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അത് കാര്യമാക്കണ്ട. ഭാവിയിലേക്ക് താണ്ട് എനിക്ക് എല്ലാ അബണ്ടൻസും കൂടിയിട്ടുള്ളൊരു ഫാമിലിയാണ്, ഭാവിയിലേക്ക് ഒരു കുടുംബമാണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല 2 കപ്പിൾസ്, അവർക്ക് 2 ബേബീസ്, വീട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല ഈ 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്ത് വിഷമാണേലും അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുക. ഭാവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും. അപ്പോൾ ഇന്നത്തെ റീഡിങ് 2 ഗ്രൂപ്പിനും റെസണേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു.